അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തത് എന്തൊക്കെ പഠിച്ചതെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇവിടെ ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്ത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ഈച്ച് അബാക്കസ് ആൻഡ് റൈറ്റ് ദ ന്യൂമറൽ ആൻഡ് ദ നമ്പർ നെയിം. ഈ ഓരോ അബാക്കസും നോക്കിയിട്ട് അതിന്റെ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ നമ്പർ നെയിമും എഴുതുക, എക്സ്പാൻഡഡ് ഫോം എഴുതാം. എന്താ ഷെഫി? മിസ് ഇത് നോട്ടിലേക്ക് എഴുതണോ? ആ നോട്ടിലേക്ക് എഴുതിക്കോ. എല്ലാവരും നോട്ടിലേക്ക് എഴുതുന്നതായിരിക്കും. ടെക്സ്റ്റിൽ എഴുതാൻ സ്ഥലമില്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ മാത്രം 1 2 3 4 എന്നിട്ട് എഴുതിയാൽ മതി. ആദ്യത്തെ നമ്പർ ഏതാന്ന് എഴുതുക. Then write its name and also the expanded form. Expanded form, you know that. Try to write the answer. എന്താ സിനാൻ? എന്താ സിനാൻ? എല്ലാവരും എഴുതി തുടങ്ങിക്കോ. ഇവിടെ വൺസിന്റെ പ്ലേസും ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000s, ലാക്ക് വരെ പ്ലേസ് വരുന്നുണ്ട്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്, തൗസൻഡ്സ്, 10,000, ലാക്ക്. ഇതിൽ ഏതൊക്കെയാന്ന് കൗണ്ട് ചെയ്തിട്ട് എങ്ങനെയാ നമ്പർ വരുന്നത് എഴുതാം. എഴുതിയോ? എന്താ ഷെഫി? മിസ് ഇവിടെ ഇടിയും മഴയുമാണ്. യൂട്യൂബ് ക്ലാസ് കൂടിക്കോളാം. ഓ ആയിക്കോട്ടെ കുഴപ്പമില്ല. ദേവാഞ്ജന, ഈ ഇവിടെ കുറെ അബാക്കസ് കണ്ടല്ലേ നിങ്ങളുടെ ടെക്സ്റ്റില്? ഫസ്റ്റ് ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യനില് 4 അബാക്കസ് കൊടുത്തിട്ടുണ്ട്. ആ അബാക്കസിൽ നോക്കിയിട്ട് ഏതാണ് നമ്പർ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ നമ്പർ നെയിം എഴുതുക, എക്സ്പാൻഡഡ് ഫോം എഴുതാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ലാക്കിന്റെ പ്ലേസിൽ 3 ബീഡ്സ് വരുന്നുണ്ട് അല്ലെ? ലാക്കിന്റെ പ്ലേസിൽ 3 ബീഡ്സ് വരുന്നുണ്ട്. സോ ദ ഡിജിറ്റ് ഇൻ ദ ലാക്ക് പ്ലേസ് ഈസ് 3. ഇനി 10,000ന്റെ പ്ലേസിൽ എത്രയാ വരുന്നത്? 10,000ന്റെ പ്ലേസിൽ 2 ബീഡ്സ് വരുന്നുണ്ട്. സോ 10,000ന്റെ പ്ലേസിൽ 2. 1000ന്റെ പ്ലേസിൽ ബീഡ്സ് ഒന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് അവിടെ 1000ന്റെ പ്ലേസിൽ 0. 100ന്റെ പ്ലേസിൽ 1 2 3 4 5 ബീഡ്സ് വരുന്നുണ്ട്. സോ 100ന്റെ പ്ലേസിൽ ഡിജിറ്റ് 5. 10ന്റെ പ്ലേസിൽ 1 2 3 3 ബീഡ്സ്. സോ the digit in the 10th place is 3. വൺസിന്റെ പ്ലേസിൽ നമുക്ക് ഇവിടെ ഡിജിറ്റ് ബീഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് here also 0. then നമ്മൾ കോമ ഇട്ടിട്ട് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്പേഴ്സ്, വലിയ നമ്പേഴ്സ് എഴുതുന്ന സമയത്ത് അല്ലേ? ഇന്റർനാഷണൽ സിസ്റ്റവും ഇന്ത്യൻ സിസ്റ്റവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ സാധാരണ നമ്പേഴ്സ് എഴുതുമ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ എഴുതുന്ന സമയത്ത്, സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ എഴുതുന്ന സമയത്ത് നമ്മൾ കോമ ഇട്ടിട്ട് എഴുതും. അപ്പൊ ഇതെങ്ങനെയാ വായിക്കുന്നത്? 3,20,530. ഇതിനെ നമ്മൾ
വേർഡ്സിൽ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതും? അതായത് നമ്പർ നെയിം ആക്കി എഴുതുന്ന സമയത്ത് 3 lakh 20,000 530 530 ഇതാണ് ഇതിന്റെ നമ്പർ നെയിം അല്ലെങ്കിൽ എക്സ്പ്രസ് ഇൻ വേർഡ്സ്. ഓക്കെ, 3,20,530. ഇനി ഇതിനെ നമ്മള് എക്സ്പാൻഡഡ് ഫോമിൽ എങ്ങനെ എഴുതും? 3 lakh plus 20,000 plus 1000ന്റെ പ്ലേസിൽ ഡിജിറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് അത് എഴുതണ്ട. 500 plus 30 വൺസിന്റെ പ്ലേസിൽ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ എക്സ്പാൻഡഡ് ഫോം എന്താ? 3 lakh plus 20,000 plus 500 plus 30. ഇത്രയാണ് ഒരു നമ്പറിനെ പറ്റി എഴുതേണ്ടത്. ഇതില് ആദ്യത്തെ നമ്പർ തന്നിരിക്കുന്ന ആദ്യത്തെ അബാക്കസിന്റെ ആൻസർ ആണ് ഇത്രയും. ഓക്കെ, ഇനി രണ്ടാമത്തെ നിങ്ങൾക്കൊന്ന് എഴുതി നോക്കാൻ പറ്റുമോ? എഴുതി നോക്കാൻ പറ്റുമോ രണ്ടാമത്തത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇത്രയല്ലേ ഉള്ളൂ. 1 lakh, സോറി 1000 അല്ല 2000. 1 lakh 2000. വേറെ എവിടെ മീറ്റ്സ് ഒന്നും ഇല്ലല്ലോ. ലാക്കിലും തൗസൻഡ്സിലും മാത്രമേ മീറ്റ്സ് വരുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് 1 lakh 2000. നമ്മൾ എങ്ങനെ അത് വേർഡ്സിൽ എഴുതും? 1 lakh 2,000. 1 lakh 2,000. എക്സ്പാൻഡഡ് ഫോം എന്തായിരിക്കും? 1 lakh plus 2,000. 1 lakh plus 2,000. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്പർ. മൂന്നാമത്തെ നമ്പർ എത്രയായിരുന്നു? കിട്ടിയോ? 1 lakh 23,100. ടെൻസിന്റെ പ്ലേസിൽ ബീറ്റ്സ് ഒന്നുമില്ല, സോ ഇറ്റ് ഈസ് 0. 100 1 2 3 4 5. 1,23,105. സോറി, ഇങ്ങനെ നമ്മൾ വേർഡ്സിൽ എഴുതും. 1 lakh 23,105. 1,23,105. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്തായിരിക്കും? 1 lakh plus 20,000 plus 3,000 plus 100 plus 5. 1 lakh plus 20,000 plus
3000 plus 100 plus 5. ഒന്നാമത്തത്, രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്. അങ്ങനെയാണെങ്കിൽ നാലാമത്തത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുമോ? നാലാമത്തത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുമോ? ദിസ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുമോ? ചെയ്തൂടെ? ബുദ്ധിമുട്ടില്ലല്ലോ? So the fourth question is for a homework. Then next question on okay. Revision the next question. Write the place values of each colored digit. Write the place value of each colored digit. എത്രയാ place value? ഇതെല്ലാവരും എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, കഴിയാത്തവർക്കായിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write the place value of each colored digit. Write the place values of each colored digit. First digit ഏതാ? First digit ഏതാ? First number 34 lakh അല്ലേ? 34 lakh 72,659. അതില് ഏതാ കളർ കൊടുത്തിരിക്കുന്ന ഡിജിറ്റ്? കളർ കൊടുത്തിരിക്കുന്ന ഡിജിറ്റ് ഏതാ? 4 ആണ്. 4 ഏത് പ്ലേസിലാ വരുന്നേ? 4 ഏതിന്റെ പ്ലേസിലാ വരുന്നേ? The ones, tens, hundreds, thousands, 10,000s, lakh. ലാക്കിന്റെ പ്ലേസിലാണ് 4 വരുന്നത്. അപ്പൊ 4ന്റെ പ്ലേസ് വാല്യൂ എന്തായിരിക്കും? പ്ലേസ് വാല്യൂ ഓഫ് 4 is place value of 4 is 4 into lakh equal to 4 lakh. 4 lakh ആണ് ഫസ്റ്റ് നമ്പറിൽ 4ന്റെ പ്ലേസ് വാല്യൂ. Okay, then what about second number? Second number, what is second number? The second number എന്തായിരുന്നു? 13,55,001. ഇതിൽ ഏതിന്റെ നമുക്ക് പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കണ്ടേ? ഏതിന്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കണ്ടേ? ആദ്യത്തെ 5ന്റെയോ രണ്ടാമത്തെ 5ന്റെയോ? ഫസ്റ്റ് 5ന്റെ. ഓക്കെ, അപ്പൊ അതിന്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കും? ഓർമ്മയുണ്ടോ പ്ലേസ് വാല്യൂസ് ഒക്കെ? ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു തോന്നുന്നു അല്ലെ? 4th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു തോന്നുന്നു പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ ഓഫ് 5. 5 ഏതിന്റെ പ്ലേസിലാ വരുന്നത്? കൗണ്ട് ചെയ്ത് നോക്കിയേ. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, thousands, 10,000. So 5 into 10,000 is equal to 50,000. 5 into 10,000 is equal to 50,000. കിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാലോ? ഹോംവർക്ക് ആയിട്ട് ചെയ്യാലോ?
ഇതേപോലെ എന്ത് ചെയ്യാം, നോട്ട്ബുക്കില് പ്ലേസ് വാല്യൂ എഴുതി കണ്ടുപിടിച്ചിട്ട് മിസ്സിന് അയച്ചു തരാം. ഓക്കെ കേട്ടല്ലോ? ഇത് രണ്ടും ഇപ്പൊ നമ്മൾ ചെയ്തത് രണ്ടും ഞാൻ ഗ്രൂപ്പിലേക്ക് തരാം. നിങ്ങൾ അതെന്താന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യനും ഗ്രൂപ്പിൽ ഇട്ട് തരാം. ടെക്സ്റ്റ് ഇല്ലാത്തവര് അത് നോക്കിയിട്ട് ചെയ്യാം. നോട്ട്ബുക്കിൽ തന്നെ ചെയ്താൽ മതി ഹോംവർക്ക് കേട്ടോ. നല്ല നീറ്റ് ആയിട്ട് എഴുതണേ. എന്നിട്ട് മിസ്സിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ ഹോംവർക്ക് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണം. കേട്ടല്ലോ? പുതിയ കുട്ടികളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണേ, ഇന്ന് തന്നെ ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അമയ, അദ്വൈത്, കാജൽ 3 പേരും നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരൊന്ന് അയക്കണേ, മിസ്സിന് നമ്പർ കിട്ടാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. ബൈ.